അതെ, ഭർത്താവിൻ്റെ സ്വത്തിൽ തുല്യ അവകാശമുണ്ടെന്ന് കരുതിയിട്ട് ഇനി ആരും താളം തുള്ളണ്ട കേട്ടാ. ചിലർക്കൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ടായിരുന്നു. അത് ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയോ? ഇന്നലെ ഒരു പെൺകുട്ടി വിളിച്ചിട്ട് അവരുടെ കുടുംബജീവിതത്തിലെ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ സമാധാനത്തിൻ്റെ ഭാഷയിൽ പരിഹരിക്കുന്നതിന് പകരം പെൺകുട്ടി എന്നോട് പറഞ്ഞ കാര്യങ്ങൾ, അവന് ഞാൻ കൊടുക്കുന്നുണ്ട്, പണി കൊടുക്കുന്നുണ്ട്, അവൻ്റെ കുടുംബത്തും അവൻ സമ്പാദിച്ചതുമായിട്ട് ഇഷ്ടം പോലെ ഉണ്ട്, ഇനി എനിക്ക് അവനെ സഹിക്കാനൊന്നും വയ്യ, ഞാൻ കേസ് ഫയൽ ചെയ്യാൻ പോവാ, ഏതായാലും എന്നെ കെട്ടി ഇത്രയും നാൾ കൊണ്ടുനടന്നതല്ലേ, അപ്പോൾ എനിക്ക് കിട്ടാനുള്ളതെല്ലാം വാങ്ങിയിട്ട് ഞാൻ പോവുള്ളൂ. ഇങ്ങനെയുള്ള ദുശ്ചിന്തകൾ വല്ലതും തലയെ കയറ്റി വെച്ചിരിക്കുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ അവരറിയാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്വത്തിൽ നിങ്ങൾക്ക് യാതൊരു അവകാശവും ഇല്ല എന്ന് വെച്ചാൽ നമുക്ക് തിന്നാൻ തരാനും ഉടുതുണി എങ്ങാനും വേണമെങ്കിൽ വാങ്ങിത്തരാനും ഒക്കെ ഉള്ള അവകാശമേ ഉള്ളെന്ന്, അത് പറയാനും ചോദിക്കാനും ഒക്കെ ഉള്ള അവകാശമേ ഉള്ളൂ. അതിനപ്പുറത്ത് യാതൊരു അവകാശവും ഇല്ലയെന്ന്. ഇനി ഉണ്ടെന്നും പറഞ്ഞിട്ടാണ് ഈ തുള്ളലെങ്കിൽ അതങ്ങോട്ട് ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. ഇനിയെങ്ങാണ് അദ്ദേഹം തട്ടിപ്പോയാൽ നിങ്ങളുടെ മക്കൾക്കുള്ള പോലുള്ള അവകാശം നിങ്ങൾക്കുണ്ടാവും എന്ന് കരുതിയിട്ട് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ പുള്ളിയായിട്ട് വഴക്കുണ്ടാക്കി പുള്ളിയെ വേണ്ടെന്ന് വെച്ചിട്ട് വേറൊരാളോടെ പോകാനോ പുള്ളിയുടെ സ്വത്തും കൊണ്ട് വേറൊരാളോടെ പോകാമെന്ന് വ്യാമോഹിക്കുകയോ അല്ലെങ്കിൽ പുള്ളിയുടെ സ്വത്ത് കിട്ടിയിട്ട് ഇനിയിപ്പോൾ ആരും വേണ്ട ഒറ്റയ്ക്ക് ജീവിക്കാമെന്നുള്ള വല്ല വിചാരവും ഉണ്ടെങ്കിൽ അങ്ങ് വാങ്ങി വെച്ചേക്ക്.